Hi dear children, welcome to the second chapter named Relations and Functions. നമ്മൾ ചർച്ച ചെയ്യുന്നത് റിലേഷനും ഫംഗ്ഷനെയും കുറിച്ച്. എന്താണ് റിലേഷൻ, എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മുമ്പ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാണ് മനസ്സിലാക്കുക. രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. Let A and B are two non-empty sets. Then the Cartesian product of that two sets A and B denoted by A cross B and is defined as set of all elements like this. Set of all elements. All elements are in the form ordered pair x's. The first element is from the set A and the second element is from the set B. A cross B is equal to set of all xy's. All the elements are in the form ordered pair xy's. The first element x is from the set A and the second element y is from the set B. എയും ബിയും രണ്ട് നോൺ എംപ്റ്റി അല്ലാത്ത സെറ്റുകളാണ് എങ്കിൽ ആ രണ്ട് സെറ്റിലും എലമെന്റ്സുകൾ ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റിന്റെയും ക്രോസ് പ്രോഡക്റ്റ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താൽ അതും ഒരു സെറ്റ് തന്നെയായിരിക്കും. അതിലെ എലമെന്റ്സ് ഇങ്ങനെയായിരിക്കും, ഒരു ഓർഡേഡ് പെയർ ക്രമ ജോഡികളായിട്ടായിരിക്കും. ഇവിടെ ഒരു നമ്പർ ഇവിടെ നമ്പർ, പിന്നെ ഒരു ബ്രാക്കറ്റിൽ ആദ്യം ഒരു നമ്പർ പിന്നെ ഒരു നമ്പർ. ഈ ആദ്യം എന്ന സംഖ്യ എയിലെയും രണ്ടാമത് എന്ന സംഖ്യ ബിയിലെയും ആണ്. സോ A cross B equal to set of all ordered pair xy such that the first element x is from the set A and y belongs to B. Example 1. Let the A equal to 1, 2, 3 and the set B equal to A, B. Then the Cartesian product A cross B equal to set of all ordered pairs. Set of all ordered pairs. Such that first elements are from the set A and second elements are from the set B. Like this. A equal to 1, 2, 3 and B equal to set A, B. Then A cross B equal to 1 A. Then 1 B. ഒന്നും A എടുക്കുക ഒരു പെയർ ആയിട്ട്, പിന്നെ ഒന്നും B എടുക്കുക ഒരു പെയർ. ഇനി ഒന്നിന്റെ കൂടെ പെയറായി എടുക്കാൻ വേറെ സിഒ ഡി ഒന്നും ഇല്ല, അപ്പൊ ഒന്നിന് കഴിയും. ഇനി 2, A അതാണ് ഒരു എലമെന്റ്, ഒരു ഓർഡർ. അടുത്ത 2, B. 2, B. അടുത്ത 2, C ഇല്ല, A2 ന്റെ കഴിയും. ഇനി B 3 ആണ്. 3, A. ലാസ്റ്റ് 3, B. ഇതാണ് A ക്രോസ് B എന്ന് പറയുന്നത്. അപ്പൊ A ക്രോസ് B എന്ന് പറയുന്നത് ഏത് എലമെന്റ്സുകൾ പെയർ ആയിട്ട് എടുത്ത് the Cartesian product B cross A equal to B cross A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് A, 1. അടുത്തത് A ന്റെ കൂടെ 2 എടുക്കുക, A2. രണ്ട് എലമെന്റ് ആയിട്ടുള്ളൂ. A, 1 ഒരു എലമെന്റ് കേട്ടോ. ഇത് രണ്ട് എലമെന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കോമന്റ് പുറത്തു പോകുന്നു. അടുത്ത A ന്റെ കൂടെ 3 എടുക്കുക, A, 3. A കൊണ്ടുള്ള കഴിയും. അടുത്ത B കൊണ്ട് B, 1. അടുത്തത് B, 2. അടുത്തത് B, 3. അത് അവിടെ അവസാനം. ഇതാണ് B ക്രോസ് A എലമെന്റ്. B ക്രോസ് A എലമെന്റ് എന്ന് പറയുമ്പോൾ B എലമെന്റുകൾ ആദ്യം വരണം, A എലമെന്റ് ലാസ്റ്റ്. A ക്രോസ് വരുമ്പോൾ A എലമെന്റ്സ് ആണ് ഫസ്റ്റ് വരുന്നത്, B എലമെന്റ് രണ്ടാമത്. ഓക്കെ, A ക്രോസ് B 1, 2, 3, 4, 5, 6 എലമെന്റ്. B ക്രോസ് A ലും 1, 2, 3, 4, 5, 6. A ക്രോസ് B എലമെന്റുകളുടെ എണ്ണം തന്നെയാണ് B ക്രോസ് A ലും എലമെന്റ്സുകളുടെ എണ്ണം. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണല്ലേ? അപ്പൊ ഒരു പരസ്പരം നിൽക്കുമ്പോൾ 3 × 2 6 അല്ലെങ്കിൽ 2 × 3 6. 2 × 3 3 × 2 ഒക്കെ 6 ആണ്. അതുകൊണ്ട് ഇതിൽ എലമെന്റ്സുകളുടെ എണ്ണം ഈക്വൽ. പക്ഷേ 1, A എന്നുള്ള എലമെന്റ് അല്ല A, 1. A, 1 എന്ന ഓർഡർ പെയർ എന്ന് പറഞ്ഞാൽ ഇയാള്
ബിയിലും ഇത് എയിലും. എ കോമ 1 എന്ന് പറഞ്ഞാൽ 1 ഫസ്റ്റ് എലമെന്റ് ഏതാണ്, സെക്കൻഡ് എലമെന്റ് ബി. 1a അല്ല a1. ഈ എലമെന്റ് ഇതല്ല ഇത് ഒക്കെ മാറ്റും. 2b അല്ല b എന്ന് പറഞ്ഞാൽ ഇതിലൊറ്റ എലമെന്റും തന്നെ ഇതിലെ എലമെന്റിനോട് ഈക്വൽ. രണ്ട് ഓർഡേഡ് പെയർ ഈക്വൽ ആവണമെങ്കിൽ 7 3 എന്ന എലമെന്റ് ഓർഡേഡ് പെയർ അല്ല 3 7. ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഫസ്റ്റ് ഈക്വൽ ആവും. 3 എന്ന് പറഞ്ഞാൽ 7 ഈക്വൽ അല്ലല്ലോ, അതുപോലെ 7 3 ഈക്വൽ അല്ല. 7,3 എന്ന ഓർഡർ പറയുന്ന എലമെന്റ് അല്ല 3 7. 120 അല്ല 20,1. ഓക്കെ, ഒരു ഓർഡർ പെയർ വേറെ ഒരു ഓർഡർ പെയർ ഈക്വൽ ആവണമെങ്കിൽ ഇവിടെയുള്ള ഫസ്റ്റ് ഈക്വൽ ആവണം, സെക്കൻഡ് ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ 7 3 മാത്രമേ ഈക്വൽ ആവുള്ളൂ. 20,4 എന്ന് പറഞ്ഞാൽ അത് 20,4 4,20 ഈക്വൽ ആവില്ല. ഇവിടെ എ എന്നുള്ള സെറ്റില് നമ്പർ ഓഫ് എ എന്ന സെറ്റില് 3 എലമെന്റ് n ഓഫ് a ഈക്വൽ ടു 3 ആണ്. ബി എന്ന എലമെന്റ് എത്ര സെറ്റിലോ 2 എലമെന്റ്. എയില് 3 എലമെന്റ് n ഓഫ് a ഈക്വൽ ടു 3, ബിയില് 2 എലമെന്റ് n ഓഫ് b ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിലെ എണ്ണം, എ ക്രോസ് ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ ക്രോസ് ബി ഈക്വൽ ടു എത്ര ഉണ്ടാവും, 6 അല്ലേ. അതുപോലെ ബി ക്രോസ് എയിലെ എലമെന്റ്സുകളുടെ എണ്ണവും എത്രയാണ്, 6. n ഓഫ് എ ക്രോസ് ബി തന്നെയാണ് n ഓഫ് ബി ക്രോസ് എ. എ ക്രോസ് ബിയിലെ ആളുകളുടെ എണ്ണം തന്നെയാണ് ബി ക്രോസ് എയിലെ ആളുകളുടെ എണ്ണം. രണ്ടും ഈക്വൽ ആണ്. പക്ഷേ എ ക്രോസ് ബി എന്ന സെറ്റും ബി ക്രോസ് എ എന്ന സെറ്റും എന്തല്ല, ഈക്വൽ അല്ല. ഈ എലമെന്റ്സുകൾ മാറ്റുണ്ട്, അതല്ല ഇത്. എന്ത് നോക്കിയാൽ ഇവിടെയും മാറണം, ഇവിടെയും മാറണം. ആളുകളുടെ എണ്ണം ഈക്വൽ ആണ്. കാരണം 3 × 2 2 × 3 ഒക്കെ 6 തന്നെയാണ്. എലമെന്റ്സുകളുടെ എണ്ണം ഈക്വൽ. n ഓഫ് എ ക്രോസ് ബി തന്നെയാണ് n ഓഫ് ബി ക്രോസ് എ. എണ്ണങ്ങൾ തുല്യമാണ്. പക്ഷേ എ ക്രോസ് ബി എന്ന സെറ്റ് അല്ല ബി ക്രോസ് എ എന്ന സെറ്റ്. അങ്ങനെ എപ്പോഴെങ്കിലും എ ക്രോസ് ബിയും ബി ക്രോസ് എയും എ ക്രോസ് ബി എന്ന സെറ്റും ബി ക്രോസ് എ എന്ന സെറ്റും ഈക്വൽ ആവുന്നുണ്ട് എങ്കിൽ എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ എംപ്റ്റി സെറ്റ് വരണം. ഇഫ് എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ, then എ ഈക്വൽ ടു ബി. എയും ബിയും ഉണ്ടാവും ഈക്വൽ ആവും. അല്ലെങ്കിൽ എയും ബി അതിലൊരു എംപ്റ്റി സെറ്റ് ഉണ്ടാവും. ഫസ്റ്റ് നോക്കാം. സി ഈക്വൽ ടു എം എൻ പി ക്യൂ, ഡി ഈക്വൽ ടു എൽ കോമ. ഫൈൻഡ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് സി ക്രോസ് ഡി ആൻഡ് ടി ക്രോസ്. സി ക്രോസ് ഡി പറയാൻ നമുക്ക്. സി ക്രോസ് ഡി ഈക്വൽ ടു സി പിന്നെ ഡി എം കോമ എൽ, എം കോമ എൽ. വീണ്ടും എം കോമ കെ, എമ്മോട് അടുത്ത് എൻ കോമ എൽ, അടുത്ത എൻ കോമ കെ. ഓക്കെ, എൻ എൽ എൻ. അടുത്ത് പി കോമ എൽ, പിയും എല്ലും. അടുത്ത പിയും കെ, പി കോമ കെ. പിന്നെ ക്യൂ ഉണ്ട്, ക്യൂ കോമ എൽ, ക്യൂ കോമ കെ, ക്യൂ കോമ കെ. ഇത്രയുമാണ് സി ക്രോസ് ഡിയിലെ എലമെന്റ്സ്. 1 2 3 4 5 6 7 8 എലമെന്റ്. ഡി ക്രോസിലെ എലമെന്റ്സ് ആണ്. ഡി താള ആദ്യം, സി താള പിന്നെ. ഡി ഇവിടുന്ന് സെറ്റ് എൽ കോമ, ഇത് നേരെ തിരിച്ചു എഴുതിയാൽ മതി സംഭവം. എൽ കോമ എം, എൽ ഒരു എലമെന്റ് ആയി. അടുത്ത എൽ എൻ, എൽ എൻ. അടുത്ത എൽ പി അല്ലെ, എൽ പി. അടുത്ത എൽ ക്യു, എൽ ക്യു. 4 എണ്ണം എല്ലു കൊണ്ട്. ഇനി കെ കൊണ്ട് കെ എം. അടുത്ത കെ എൻ, അടുത്ത കെ പി, കെ പി. ലാസ്റ്റ് കെ ക്യു, കെ. ഇതാണ് ഡി ക്രോസ്. ഇതിലും ഉണ്ടാവും 1 2 3 4 5 6 7 8 എലമെന്റ്സ്. എലമെന്റ്സുകളുടെ എണ്ണം ഈക്വൽ ആണ്. പക്ഷേ സി ക്രോസ് ഡി അല്ല ഡി ക്രോസ്. സി ക്രോസ് ഡിയിലെ എലമെന്റ്സുകളുടെ എണ്ണം തന്നെയാണ് ഡി ക്രോസ് ഡിയിലെ എലമെന്റ്സുകളുടെ എണ്ണം. എൻ ഓഫ് സി ക്രോസ് ഡി തന്നെയാണ് എൻ ഓഫ് ഡി ക്രോസ്. പക്ഷേ സി ക്രോസ് ഡി എന്ന സെറ്റ് അല്ല ഡി ക്രോസ് ഡി എന്ന സെറ്റ്. ഈ രണ്ട് സെറ്റും ഈക്വൽ. സി ക്രോസ് ഡിയും ഡി ക്രോസ് ഡിയും ഈക്വൽ ആയി വരികയാണെങ്കിൽ അവിടെ സി എന്ന സെറ്റ് തന്നെയായിരിക്കും ഡി എന്ന സെറ്റ്. അല്ലെങ്കിൽ അവിടെ ആ സെറ്റിലെ ഏതെങ്കിലും
empty സെറ്റുകളും ഓക്കെ. ഇവിടെ സിയിൽ 4 എലമെന്റ്, ഇവിടെ 2 എലമെന്റ്, അതാണ് 4 × 2 8 എലമെന്റ്. ഇവിടെ 4 ഇവിടെ 3 ആണെങ്കിൽ 4 × 3 12 എലമെന്റ് ഇതിലുണ്ടാവും. ഓക്കെ. If n of a equal to p, a യിൽ p എലമെന്റ്സ് ഉണ്ട്, അതുപോലെ b യില് q എലമെന്റ്സ് ഉണ്ട്. n of a equal to p യും n of b equal to q യും ആണെങ്കിൽ, p എലമെന്റിൽ ഇത് q എലമെന്റ് ആണെങ്കിൽ a ക്രോസ് b യിലെ എലമെന്റ്സുകളുടെ എണ്ണം ഇതിനെ വിളിച്ചാൽ മതി p × q ആയിരിക്കും, അല്ലെങ്കിൽ p q ആയിരിക്കും. അതുപോലെ b ക്രോസ് a യിലെ എലമെന്റ്സുകളുടെ എണ്ണം p × q p q ആയിരിക്കും. അടുത്ത നേരത്തെ പറഞ്ഞു 7,2 അത് 2 7 ഈക്വൽ അല്ല. a, b എന്ന ഒരു ഓർഡേഡ് പെയർ, ഒരു ജോഡി x, y ക്ക് ഈക്വൽ ആവണമെങ്കിൽ 2 ordered pairs are equal if and only if the corresponding exponents are equal and the corresponding y exponents are equal. ഈ ഓർഡേഡ് പെയർ ഇതിനും ഈക്വൽ ആവണമെങ്കിൽ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റത്തെ സംഖ്യ ഇവിടുത്തെ ഫസ്റ്റത്തെ ഈക്വൽ ആവണം. a എന്ന് പറഞ്ഞാൽ x ന് ഈക്വൽ ആവണം. അത് മാത്രം പോരാ, b എന്ന് പറഞ്ഞാൽ അവിടുത്തെ y ക്കും ഈക്വൽ ആവണം. ഫസ്റ്റ് ഈക്വൽ ആവണം, സെക്കൻഡ് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ ഓർഡേഡ് പെയർസ് ഈക്വൽ ആവും എന്ന് പറഞ്ഞാൽ 7 5 തന്നെ ഈക്വൽ ആവുള്ളൂ. രണ്ട് ഓർഡർ പെയർ ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സ് തമ്മിൽ ഈക്വൽ ആവണം, സെക്കൻഡ് എലമെന്റ്സ് തമ്മിൽ ഈക്വൽ. ഓക്കെ. അതുപോലെ എയും ബിയും രണ്ട് സെറ്റ്, ഒന്നുകിൽ എ എംപ്റ്റി ആകുക, അല്ലെങ്കിൽ ബി എംപ്റ്റി ആകുക, അല്ലെങ്കിൽ ബോത്ത് എയും ബിയും എംപ്റ്റി ആകുക. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി, അതുപോലെ ബി ക്രോസ് either a or b or both, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, അല്ലെങ്കിൽ രണ്ടും എംപ്റ്റി സെറ്റ് ആണെങ്കിൽ, കാലിയായ സെറ്റ് ആണെങ്കിൽ, ഒരു എലമെന്റും ഇല്ല എങ്കിൽ എ ക്രോസ് ബിയും ബി ക്രോസ് എയും എംപ്റ്റി സെറ്റ് ആയിരിക്കും, ഒരു എലമെന്റും ഉണ്ടാവില്ല. രണ്ടും നോൺ എംപ്റ്റി ആണെങ്കിൽ മാത്രമേ എ ക്രോസ് ബിയും ബി ക്രോസ് എയും നോൺ എംപ്റ്റി ആവുള്ളൂ, എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. എയോ ബിയോ അല്ലെങ്കിൽ രണ്ടുമോ എംപ്റ്റി കാലിയായ സെറ്റ് ആണെങ്കിൽ ആ സെറ്റുകളുടെ ക്രോസ് പ്രൊഡക്റ്റും കാലിയായ സെറ്റ് ആയിരിക്കും. Order pair 2x minus 1 comma minus 11 equal to 9 comma 7y plus 3. Find the value of x and y. ഇത് നമുക്ക് ഈക്വൽ ആണ് എങ്കിൽ x ന്റെ y ന്റെ വാല്യൂ കാണുക. Okay, next question. Order pair 2x minus 1 comma minus 11 equal to 9 comma 7y plus 3. Then we equal. Find the value of x and y. X ന്റെ y ന്റെ വാല്യൂ കാണാൻ question. നമുക്കറിയാം രണ്ട് ഓർഡർ പെയർസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് x കോർഡിനേറ്റ് തമ്മിൽ ഈക്വൽ ആവണം, y കോർഡിനേറ്റ്സ് തമ്മിൽ ഈക്വൽ ആവണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഏതാ x കോർഡിനേറ്റ്? ഇവിടുത്തെ ഫസ്റ്റ് 2x minus 1 അത് അവിടെയുള്ള 9 ഈക്വൽ ആകണം. മാത്രം പോരാ, ഇവിടെ സെക്കൻഡ് ഏതാ മൈനസ് 11 അല്ലേ, അത് ഈ സെക്കൻഡിന് ഈക്വൽ ആണ്, y കോർഡിനേറ്റ് 7y plus 3. 7y plus 3 എന്ന് പറഞ്ഞാൽ മൈനസ് 11 ഈക്വൽ ആവണം. അതുപോലെ 2x minus 1 എന്ന് പറഞ്ഞാൽ 9 ഈക്വൽ ആണ്. ഓക്കെ, രണ്ട് ഓർഡർ പെയർ ഈക്വൽ അല്ലേ, അപ്പൊ തമ്മിൽ ഈക്വൽ ആണ്. ഇവിടെ 2x is equal to 9 plus 1 equal to 10. 2x equal to 10, therefore x equal to 10/2 5. x ന്റെ വാല്യൂ കിട്ടി 5. ഇവിടെ 7y is equal to minus 11, 3 minus 2, ഇത് minus 14 ആണ്. 7y equal to minus 14, therefore y equal to minus 14/7 minus 2 ആണ് ആൻസർ. So y യുടെ ആൻസർ minus 2. Okay, അടുത്ത ക്വസ്റ്റ്യൻ. If x/3 plus 1 comma y minus 2/3 equal to 5/3 comma 1/3, find the value of x and y. ഇത് തമ്മിൽ ഈക്വൽ ആണ്, അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ കാണാം. രണ്ട് ഓർഡർ പെയർസ് ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ഈക്വൽ ആവും, y കോർഡിനേറ്റ്സുകൾ തമ്മിൽ ഈക്വൽ ആവും. ഏതാ അവിടുത്തെ എക്സ് കോർഡിനേറ്റ്? x/3 plus 1. അവിടെയുള്ള എക്സ് കോർഡിനേറ്റ് ഏതാ? 5/3. അപ്പൊ ഇത് തമ്മിൽ ഈക്വൽ ആണ്. അതുപോലെ y കോർഡിനേറ്റ്സ് ഏതാ? y minus 2/3 equal to 1/2. ഓക്കെ, ഇവിടുന്ന്
x/3 ഈക്വൽ ടു എഴുതാം, ഈ 5/3 എഴുതാം, പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ്. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 5 മൈനസ് 3 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 3 അല്ലേ, -3/3. എന്താണ് 5 3 2/3 അല്ലേ. x/3 ഈക്വൽ ടു 2/3 ആണെങ്കിൽ ഈ 3 കട്ടിയ, സോ x ഈക്വൽ ടു 2. ഇല്ലെങ്കിൽ ഈ 3 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ 2/3 into 3 കട്ടി, എന്തായാലും x ന്റെ വാല്യൂ കിട്ടും 2. ഇവിടെ y minus 2/3 equal to 1/3. So y equal to ഈ 1/3 ഇതാം, minus 2/3 അങ്ങോട്ട് പോകുമ്പോൾ plus 2/3. ഇത് രണ്ടും ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡിനോമിനേറ്റർ 1 plus 2 എത്ര 3. 3/3 equal to 1. So y equal to 1. x ന്റെ വാല്യൂ 2 ആണ്, y ന്റെ വാല്യൂ 1. അടുത്ത ക്വസ്റ്റ്യൻ, if a equal to set 3,8, find a cross a cross a എന്നുള്ള സെറ്റ് നൽകിയിരിക്കുന്നു. a cross a cross a കാണാം. a യും b എന്നാൽ a cross b b cross a കാണാം. ഇവിടെ എന്ന സെറ്റ് മാത്രമേ തന്നുള്ളൂ. a cross a ആണെങ്കിൽ ആദ്യം നമുക്ക് രണ്ട് a യും a യും ഉള്ള ക്രോസ് പ്രോഡക്റ്റ് ആണ്. a cross a കാണാം. a cross a എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റും വീണ്ടും ഏത് എലമെന്റിനെ ക്രോസ് ചെയ്യും. ഏത് എലമെന്റ് 3/8, അതുപോലെ വേറെ 3/8 ദാ ഏത് എലമെന്റ്, ഇതാണ് ക്രോസ് പ്രോഡക്റ്റ്. a cross a എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റുമായി ക്രോസ് ചെയ്യാം. സോ എന്തൊരു a cross a ഈക്വൽ ടു, ഇവിടെ രണ്ട് എലമെന്റ് ഇല്ലേ, അപ്പൊ a cross a യും a യും രണ്ട് എലമെന്റ് a cross ചെയ്ത് 4 എലമെന്റ് ഉണ്ടാവും, 4 ബ്രാക്കറ്റ് ഉണ്ടാവും അല്ലേ. എങ്ങനെ എലമെന്റ്സുകൾ എഴുതാം, 3,3 3 അടുത്ത 3,8, ഇനി 8,3 അടുത്ത 8,3. ഓക്കെ, ഇതാണ് a ക്രോസ് a ക്രോസ് a ക്രോസ് a. a ക്രോസ് a ക്രോസ് a കണ്ടുവെച്ചിരുന്നു. ഇത് a ക്രോസ് എന്ന സെറ്റാണ്, അതും ഈ സെറ്റുമായിട്ട് a ക്രോസ് a ക്രോസ് ഈ രണ്ട് സെറ്റും ഇതും ഇതുമായിട്ട് വിളിക്കണം. സോ a ക്രോസ് a ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ചെയ്താ ഈ എലമെന്റ്, ഈ ബ്രാക്കറ്റ് ചെയ്താ ഈ എലമെന്റ്, പിന്നെ ഇത് എഴുതാ അതിന്റെ കൂടെ, ഇത് എഴുതാ അതിന്റെ കൂടെ, അല്ലെങ്കിൽ ആ 3 എഴുതാ അതിന്റെ കൂടെ. അതായത് a ക്രോസ് a എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ 3 ആളുകൾ. ഇത് ഓർഡേഡ് പെയർ ആണ്, നമ്മുടെ ജോഡിയാണ്. അതിൽ ഓർഡേഡ് ട്രിപ്ലറ്റ് ആണ്, ഒരു ബ്രാക്കറ്റിൽ 3 എണ്ണം വെച്ചാൽ നോക്കിയോ. ഇത് 3,3 അല്ലേ, അതും ഇതും വിളിക്കും. അപ്പൊ 3,3,3 ഇതാണ്. അല്ലെങ്കിൽ അവിടെ കണ്ടു 3,3 അങ്ങനെ വരും. ഇതും അതിന്റെ കൂടെ. ഇനി ഇതിന്റെ കൂടെ ഇത്, അപ്പൊ 3,3,8 ഇതിന്റെ കഴിഞ്ഞു. ഇതാ 3,8,3 3,8ന്റെ കൂടെ 3, അത് 3,8,8 അപ്പൊ ഇനി 8,3,3 അല്ലേ. അടുത്തത് 8,3,8 അപ്പൊ ഇനി 8,8,3 അടുത്ത 8,8,8 ഇതാണ് a ക്രോസ് a എലമെന്റ്സ്. a ക്രോസ് എലമെന്റ് ബ്രാക്കറ്റിൽ 3 ആണ്, ഓർഡേഡ് ട്രിപ്ലറ്റ് എന്ന് പറയും. ഒരു ബ്രാക്കറ്റിൽ 3 ആണ്. ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആളൊക്കെ a എന്നുള്ള സെറ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് a ക്രോസ് കാണാം. a ക്രോസ് അതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, സോ a ഒരു സെറ്റാണ്. a ക്രോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എലമെന്റ്സ് ഒക്കെ ഒരു ബ്രാക്കറ്റിൽ 3 ഉണ്ടാവും. ഓർഡേഡ് പെയർ അല്ല, ട്രിപ്ലറ്റ്. ഓർഡേഡ് ട്രിപ്ലറ്റ് a b c സച്ച് ദാറ്റ് ഈ നമ്പറും ഈ നമ്പറും ഒക്കെ ഉള്ള ഏത് എലമെന്റ് a b c ഇവരൊക്കെ എലമെന്റ്സ് ആണ് ഇവിടെ a എന്നുള്ള സെറ്റിൽ. a ക്രോസ് ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്ലറ്റ് a b c where a b and c are belongs to the set a. ഇതാണ് a ക്രോസ്. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് നോട്ട്. a ക്രോസ് b ഇന്റർസെക്ഷൻ c ഈക്വൽ ടു a cross b intersection a cross c. a cross b union c equal to a cross b union a cross c. അടുത്ത ക്വസ്റ്റ്യൻ, let a equal to set a b c, b equal to set x y, and c equal to set 3y.
Prove that A cross B intersection C equal to A cross B intersection A cross C. ഇത് പ്രൂവ് ചെയ്യണം. ഇതും ഈക്വൽ പ്രൂവ് ചെയ്യണം. അത് നമ്മള് ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡ് കണ്ടുവെക്കും, പിന്നെ റൈറ്റ് സൈഡ് കാണും. ലെഫ്റ്റ് ഈക്വൽ ടു റൈറ്റ് കിട്ടിയാൽ നമുക്കത് പ്രൂവ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് ചെയ്യണമെങ്കിൽ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കും. ബിയിലും സിയിലും കോമൺ ആയിട്ട് അല്ലെ, ഇതിലും കോമൺ ആയിട്ടുള്ളത് ഇതിന് എക്സ് വൈ ആണ്, അതിൽ 3y. ഇപ്പൊ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് y ആണ്. ഓക്കെ, ബി ഇന്റർസെക്ഷൻ സി കണ്ടാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യാം. അത് ലെഫ്റ്റ് സൈഡ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു, ഇതാണ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സിയില് ഈ സെറ്റും ഈ സെറ്റിന്റെ ക്രോസ് എയുടെയും ബി ഇന്റർസെക്ഷൻ സിയുടെയും ഇതിന്റെ ക്രോസ് പറഞ്ഞ എ ആണ് ആദ്യം, ഇതാണ് ആദ്യം വരുന്നത്. അപ്പൊ എ വൈ അല്ലെ, സെറ്റിന് എ കോമ വൈ ഒരു പേരാണ്. അടുത്ത് എന്റെ കൂടെ വരാൻ പാടില്ല എങ്കിൽ അടുത്തത് ബി വൈ, ലാസ്റ്റ് സി വൈ. ഇതാണ് LHS ആണെന്ന് നമുക്ക് ആവശ്യം. ഇനി RHS ആണ്. എ ക്രോസ് ബിയും എ ക്രോസ് സിയും കാണണം ഇന്റർസെക്ഷൻ. സോ എ ക്രോസ് ബി എന്നുണ്ട്, എ ക്രോസ് ബി ഈക്വൽ ടു എയും ബിയും ക്രോസ്. ഇവിടെ 3 ആള്, ഇവിടെ 2 ആള്. സോ 2 × 3 6 എലമെന്റ്സ് ഉണ്ടാവും അല്ലെ. 1 2 3 4 5 6. എത്തെ എലമെന്റ്സും ബി എലമെന്റ്സും എയും ബിയും. എ കോമ എക്സ് അല്ലെ, എ എക്സ്. അടുത്ത എന്റെ കൂടെ വൈ ആണ്. അടുത്ത ബി എക്സ്, ബി വൈ, സി എക്സ്, സി വൈ. ഇതാണ് എ ക്രോസ് ബി. അടുത്തത് എ ക്രോസ് സി കാണും, ഇന്റർസെക്ഷൻ. എ ക്രോസ് സി ആവുമ്പോ എ എലമെന്റും സി എലമെന്റും രണ്ടെണ്ണം അവിടെ 3 ആണ്. സോ 2 × 3 6 എലമെന്റ് ഇവിടെ ഉണ്ടാവും. 1 2 3 4 5 6. എയും സിയും എ കോമ 3 എ 3. അടുത്തത് എന്റെ കൂടെ വൈ ആണ്, എ വൈ. ദെൻ ബി 3, ബിന്റെ കൂടെ വൈ, ബി വൈ. സി 3, സിന്റെ കൂടെ വൈ, സി വൈ. ഇതാണ് എ ക്രോസ്. എ ക്രോസ് ബി കണ്ടു, എ ക്രോസ് സി കണ്ടു. ഇനി അവരുടെ ഇന്റർസെക്ഷൻ കണ്ടു. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടു വെച്ചു, ഇനി റൈറ്റ് സൈഡാ. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ഈക്വൽ ടു, രണ്ടിലും കോമൺ, ഇതിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ചെയ്തത്. ഇതിലും കോമൺ. എ എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ എ എക്സ് ഉണ്ട് അല്ല, എ വൈ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ എ കോമ വൈ. ബി എക്സ് ഇവിടെ ഉണ്ട്, ബി എക്സ് ഇല്ല. ബി വൈ ഉണ്ട്, ഇവിടെ വരും. സോ ബി വൈ വരും. സി എക്സ് ഉണ്ട്, സി എക്സ് ഇല്ല. സി വൈ ഉണ്ട്, രണ്ട് ഭാഗത്തും സി വൈ ഉണ്ട്. ഇതാണ് ഇവിടെ ഉണ്ട് സി വൈ. രണ്ടിലും കോമൺ ആയിട്ടാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് RHS. ഓക്കെ, ഇതാണ് നമ്മുടെ RHS. LHS ഇങ്ങനെ വരും, RHS ഇങ്ങനെ. ഈ LHS ഉം RHS ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ പ്രൂഫ്. ഓക്കെ, AY BY CY, AY BY CY അല്ല, ഇത് രണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഈക്വൽ. അപ്പൊ ഇത് രണ്ടും LHS തന്നെയാണ് എന്ത് RHS. That is A cross B intersection is equal to A cross B intersection A cross C. Hence the proof. Okay. Question. The Cartesian product A cross A has 9 elements among which are found -1 0 and 0. Write the set A and write the remaining elements in the set A cross. ഏതൊരു സെറ്റ് ഉണ്ട്, എയും ബിയും, അതായത് എയുടെയും ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് എ കണ്ടു. അതിന്റെ എ ക്രോസ് എയിൽ 9 എലമെന്റ് ഉണ്ട്, അതിന് 2 എലമെന്റ് തന്നിരിക്കുന്നു എങ്കിൽ എ എന്നുള്ള സെറ്റ് ഏതാ വരുന്നത്? ആ 9 എലമെന്റിലെ 2 എലമെന്റ്സ് അല്ലാതെ ബാക്കി വരുന്ന 7 എലമെന്റുകളും വരും.
എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റ്സും ക്രോസ് ചെയ്യും. എ ക്രോസ് എയിൽ 9 എലമെന്റ് ഉണ്ടെങ്കിൽ എയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? ഏത് നമ്പർ 2 പ്രാവശ്യം ഗുണിച്ചാൽ 9 ആവുക? 3 അല്ലേ? സോ എയിൽ എലമെന്റ്സ് ഉണ്ടാവും 3 എലമെന്റ്. എയിൽ 3 എലമെന്റ്. അങ്ങനെ എയിലെ 3 എലമെന്റ് ഉണ്ടെങ്കിൽ ആ 3 എലമെന്റും എഴുതുമ്പോ ആ സെറ്റ് ആവും. പിന്നെ ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 9 ആണ് 2 അല്ലാത്ത. ഇത് എങ്ങനെയാണ് എലമെന്റ്സാ? ഏത് എലമെന്റ്സും ഗുണിച്ചതല്ലേ? അങ്ങനെയല്ലേ ഇതൊക്കെ കിട്ടിയ കോൺഫിഡൻസിലാണല്ലോ. സോ -1 ഉണ്ടാവണം, 0 ഉണ്ടാവണം, 1 ഉണ്ടാവണം. -1 0 1 ഇതായിരിക്കും ആ സെറ്റ്. അങ്ങനെ അവിടെ ക്രോസ് എ ചെയ്യുമ്പോഴല്ലേ ഈ എലമെന്റ്സിൽ നോക്കാം. അപ്പൊ എ എന്നുള്ള സെറ്റ്. ഇനി എന്നുള്ള സെറ്റിന്റെ എ ക്രോസ് എന്ന് ആലോചിച്ചാൽ എ ക്രോസ് എ ചെയ്യുമ്പോൾ 9 എലമെന്റ് ഇല്ലേ? ഏതൊക്കെ വരാം? -1 ഇതാ എ ബി എ റെഫർ ചെയ്തേക്കാം -1 0 1. ഇനി എ ക്രോസ് എന്ന് പറഞ്ഞാൽ -1 അത് പറയുന്നില്ല. അടുത്ത -1 0 അത് വന്നിട്ടുണ്ട്, അപ്പൊ 1. അടുത്ത -1 1 അത് വന്നിട്ടില്ല, -1 1. ഇനി 0, -1 വന്നിട്ടില്ല, 0, -1. അടുത്ത 0 0 അത് വന്നിട്ടില്ല. അടുത്ത 0 1 അത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് 1, -1 1, 0 1 0 വന്നിട്ടില്ല. അടുത്ത 1, 1 1 1 2 3 4 5 6 7. പിന്നെ രണ്ടർക്കും 9. ഇത് മൊത്തം എഴുതുമ്പോഴാണ് അതിന്റെ പേര് എ ക്രോസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ പേര് എ ക്രോസ് ചെയ്തല്ല. എ ക്രോസ് ചെയ്തെങ്കിൽ എല്ലാ എലമെന്റും എഴുതണം. ഓക്കെ, കുറച്ച് ആളുകൾ കമ്മിണ്ട്. നമ്മള് ഇതിലെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതാണ്? ഇതാണ് ആ റിമൈനിങ് ആയി വരുന്ന എ ക്രോസ് എയിലെ 7 എലമെന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A equal to set 2 3 9 and B equal to set X. Find the A cross B. Also write all the possible subsets of A cross B. A cross B ആദ്യം കാണണം. A cross B equal to ഇവിടെ 3 എലമെന്റ്, ഇവിടെ എലമെന്റ്. സോ 3 into 1 3 ആണ്. 3 എലമെന്റ്സ് ഉണ്ട്. 1 2 2 A cross B ആണ്. എന്താദ്യം 2x. 2x കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അല്ല. അപ്പൊ പിന്നെ 3 ന്റെ കൂടെ x, പിന്നെ അല്ല 9 ന്റെ കൂടെ x. ഇതാണ് A ക്രോസ്. ഇവിടെ 3 എലമെന്റ്, ഇവിടെ എലമെന്റ് 3 into 1 3 എലമെന്റ്, അതിന് ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ടാവും. A ക്രോസ് B എന്ന സെറ്റിൽ 3 എലമെന്റ്, ഓരോ എലമെന്റും ഓർഡർ പെയർസ്. ഇനി എഴുതുന്നത് ഈ A ക്രോസ് ബിയുടെ സാധ്യമായ എല്ലാ സബ്സെറ്റുകളും. ഒരു സബ്സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം എത്രയാണോ 2 അത്ര സബ്സെറ്റുകൾ ഉണ്ടാവും. ഇതാണ് ഒരു സെറ്റ്. ഓരോ എലമെന്റ് ഓർഡർ പെയർസാണ്. അതിന് 3 എലമെന്റ് ഉണ്ടെങ്കിൽ 2 8 സബ്സെറ്റ് ഉണ്ടാവും അല്ലെ? സോ ദ പോസിബിൾ സബ്സെറ്റ്സ് ആർ, നമ്മൾ സബ്സെറ്റ് ചെയ്താണ്. എങ്ങനെ സബ്സെറ്റ് ചെയ്യുന്നത്? സിംഗിൾ ടെൻ സെറ്റുകൾ എഴുതും. സിംഗിൾ ആയിട്ട് വരുന്ന എലമെന്റ്സുകൾ എഴുതാം, പിന്നെ ഡബിൾ എഴുതും, പിന്നെ ട്രിപ്പിൾ അല്ലെ, പിന്നെ ഏതാണോ അതുള്ള സെറ്റ് അങ്ങനെ എഴുതും. നമ്മൾ സബ്സെറ്റ് ചെയ്താട്ടോ പോസിബിൾ സെറ്റ്. ആദ്യം ഇത് മാത്രം ഒരു സെറ്റിൽ, പിന്നെ ഇത് മാത്രം ഒരു സെറ്റിൽ, പിന്നെ ഇത് മാത്രം ഒരു സിംഗിൾ, പിന്നെ ഡബിൾസ് എടുക്കാം, പിന്നെ ട്രിപ്പിൾ, അങ്ങനെ നോക്കും. ഇതിലിപ്പോ ട്രിപ്പിൾ വരുള്ളൂ. പിന്നെ സബ്സെറ്റ് എങ്ങനെയാണെങ്കിൽ സെറ്റ് 2 മാത്രം, പിന്നെ സെറ്റ് 3 മാത്രം, സെറ്റ് 9 മാത്രം, പിന്നെ സെറ്റിന്റെ ഉള്ളിൽ 2 3, സെറ്റിനുള്ളിൽ 2 9, സെറ്റിനുള്ളിൽ 3 9, പിന്നെ ലാസ്റ്റ് സെറ്റിനുള്ളിൽ 2 3 9 അല്ലേ? അപ്പൊ ഇതിനെ സബ്സെറ്റ് ചെയ്താണ്. സബ്സെറ്റ് ചെയ്തുകൊണ്ട് സിംഗിൾ വരും, പിന്നെ ഡബിൾ, പിന്നെ ട്രിപ്പിൾ അല്ലെ? പിന്നെ എത്ര ഉണ്ടായിരുന്നു സെറ്റ്? ഫുള്ള് വരും. അത് 3 വരും. അപ്പൊ പോസിബിൾ സബ്സെറ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ 5 കൊടുക്കും അല്ലെ? ഫസ്റ്റ് തന്നെ കൊടുക്കുന്നില്ല, 5 ഉണ്ടാവും. ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്. പിന്നെ സിംഗിൾ ഡബിൾ ഒക്കെ 5 കൊടുക്കും. ഇത് മാത്രം ഒരു സെറ്റ് 2x, സെറ്റിന്റെ ഉള്ളിൽ 2x. ഇങ്ങനെയല്ല, ഇങ്ങനത്തെ 2 എലമെന്റ് ആണ്. ഇതാണ് ഒരു ഓർഡർ പെയറാണ് 2x. അടുത്ത പേര് 3x ആണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ തയ്യാറാക്കും. ഇവിടെ ഒരു എലമെന്റ് ആണ്. അടുത്തത് 9x. സിംഗിൾ കഴിഞ്ഞു, 5 കഴിഞ്ഞു, സിംഗിൾ വിളിച്ചിട്ടുണ്ട്. 2x ഉം 3x. അടുത്തത് 2x 9x. അടുത്ത ഡബിൾ. അടുത്ത 3x 9x. 3x 9x. ഇനി ട്രിപ്പിൾ 2 ഇല്ല.
അല്ലേ? 2x 3x 9x. 3 എലമെന്റ് ഉണ്ടെങ്കിൽ 2 സബ്സെറ്റ് ഉണ്ടോ? 1 2 3 4 5 6 7 8. ഇതാണ് അതിന്റെ എല്ലാ സബ്സെറ്റ്. അടുത്ത പോയിന്റ്, എ എന്നുള്ള സെറ്റില് p എലമെന്റ്സ്, ബി എന്ന സെറ്റില് q എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ക്രോസ് ബിയില് പി ക്യു എലമെന്റ്സ് ഉണ്ടാവും അല്ലേ? ബി ക്രോസ് എയിലും പി ക്യു എലമെന്റ്സ് ഉണ്ടാവും. എ ക്രോസ് ബി സെറ്റാണ്, പി ക്യു എലമെന്റ്സ് ഉണ്ട്. ഒരു സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ 2 റേസ്ഡ് അത്ര സബ്സെറ്റ് ഉണ്ടോ? എ ക്രോസ് ബി എത്ര എലമെന്റാ? പി ക്യു എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ 2 റേസ്ഡ് പി ക്യു സബ്സെറ്റുകൾ ഉണ്ടാവും ആർക്ക്? എ ക്രോസ് ബിക്ക്. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി, എൻ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന സെറ്റിൽ പി ക്യു എലമെന്റ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബി എന്ന സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2 റേസ്ഡ് പി ക്യു ആയിരിക്കും. അതുപോലെ ബി ക്രോസ് എയിൽ പി ക്യു എലമെന്റ് ഉണ്ടെങ്കിൽ ബി ക്രോസ് എ എന്ന സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2 റേസ്ഡ് പി ക്യു ആയിരിക്കും. ഓക്കെ, പഠിക്കാറുണ്ടോ? എയിൽ 5 എലമെന്റ് ഉണ്ട്, ബിയിൽ 3 എലമെന്റ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 5 × 3 15. ബി ക്രോസ് എയിൽ എത്ര ഉണ്ടാവും? അത് 3 × 5 5 × 3 15. ഈ സെറ്റിൽ 15 എലമെന്റ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2 റേസ്ഡ് 15. ബി ക്രോസ് എക്കും 2 റേസ്ഡ് 15 സബ്സെറ്റുകൾ ഉണ്ടാവും. ക്വസ്റ്റ്യൻ C equal to set 4 D equal to set 0. ഇത് എംപ്റ്റി സെറ്റ് അല്ല, ഇതിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് ഉണ്ട്. 0 ആണെങ്കിൽ അതൊരു എലമെന്റ് ആണ്, സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഇതിൽ 2 എലമെന്റ്, ഇതിൽ 3 എലമെന്റ്, സോറി ഇതിൽ 1 എലമെന്റ്, 2 എലമെന്റ്, ഇതില് 1 എലമെന്റ്. അങ്ങനെയാണെങ്കിൽ സിയുടെ ഡിയുടെ ക്രോസ് പ്രോഡക്റ്റ് സി ക്രോസ് ഡി അല്ലെങ്കിൽ ഡി ക്രോസ് സി എത്ര എലമെന്റ് ഉണ്ടാവും? 2 × 1 2 എലമെന്റ് ഉണ്ടാവും. കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് സി ക്രോസ് ഡി. പി ഓഫ് അല്ലേ പവർ സെറ്റ് ഓഫ് സി ക്രോസ് ഡി. ഒരു സെറ്റിന്റെ പവർ സെറ്റ് എന്നാൽ അതിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റാണ്, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. അപ്പൊ സി ക്രോസ് ഡി കാണണം, അതിന്റെ സബ്സെറ്റുകളുടെ സെറ്റിനെയാണ് എന്ത് പറയാ? പവർ സെറ്റ് എന്ന് പറയാം. ഇതിൽ സി, ഇത് ഡി ആണ്. നമുക്ക് സി ക്രോസ് ഡി കാണാം. സി ക്രോസ് ഡി ഈക്വൽ ടു എന്താ? സി ക്രോസ് ഡി ഈക്വൽ ടു 4, 0. അടുത്ത് 4 0 അല്ല, പിന്നെ ഏതാ? 7 0 അല്ലേ? ഇതിൽ 2 എലമെന്റ് ഉണ്ട്, ഇതിൽ 1 എലമെന്റ്. അങ്ങനെയാണെങ്കിൽ 2 × 1 എത്ര? 2. അത്ര എലമെന്റ് സി ക്രോസ് ഡി ഉണ്ടാവും. ഇത് സി ക്രോസ് ഡി ആണ്. ഇനി പവർ സെറ്റ് ഓഫ് സി ക്രോസ് ഡി എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് പറഞ്ഞാല് സബ്സെറ്റുകൾക്ക് സെറ്റ് കൊടുക്കാം. ഓക്കെ, ഒരു കാര്യത്തിന്റെ സബ്സെറ്റ് എഴുതാം, എന്നിട്ട് സെറ്റ് തുറന്ന് ലാസ്റ്റ് സെറ്റ് ക്ലോസ് ചെയ്താൽ മതി. പവർ സെറ്റ് പറഞ്ഞ പവർ സെറ്റ് എഴുതാ, പിന്നെ സബ്സെറ്റ് എഴുതാ, സിംഗിൾ മാത്രം എഴുതാ, പിന്നെ ഡബിൾ ഒക്കെ എഴുതാ. സിംഗിൾട്ടൺ മാത്രം പറഞ്ഞ 4, 0 ഇതാണ് ഒരു സബ്സെറ്റ്. അടുത്തത് 7 0 ഇത് വേറെ സബ്സെറ്റ്. സിംഗിൾ ആയി ഡബിൾ 4 0 7 0 ഡബിൾ കഴിഞ്ഞു. ഇത് ത്രിബിൾ നോക്കുന്നില്ല, അതാ മാക്സിമം ആയി. ഇനി എന്ത് വരാണ്ട്? ഒരു 5 കൂടെ കൊടുക്കാം. 2 എലമെന്റ് ഉണ്ടെങ്കിൽ 2 റേസ്ഡ് ടു 4 സബ്സെറ്റ് ഉണ്ടാവും. 1 2 3 4 4 സബ്സെറ്റ്. ഇത് സബ്സെറ്റുകളെ ആയിട്ടുള്ളൂ. എഴുതേണ്ടത് പി ഓഫ് പവർ സെറ്റ് ഓഫ്. ഇത് സബ്സെറ്റുകളാണ്. ആ സബ്സെറ്റുകൾക്ക് ഒരു സെറ്റ് കൊടുത്താൽ എന്തായി? പവർ സെറ്റ് ആയി. ഇപ്പോഴാണ് പി ഓഫ് സി ക്രോസ് ഡി. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് കാണാം. എത്ര എലമെന്റ് ഉണ്ടോ 2 റേഷ്യോ എത്ര സബ്സെറ്റ് ഉണ്ടാവും, അത്ര സബ്സെറ്റുകൾ സെറ്റ് ആണ് കൊടുത്താൽ അത് അതിന്റെ പി ഓഫ് ഐ പവർ സെറ്റ്. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ അവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ കൺസെപ്റ്റുമായിട്ട് നമ്മൾ തിരിച്ചു. ഓക്കെ.